ഈ കാണുന്നതാണ് റിംഗ് റോഡ്. യെസ്, സൂറത്തിലത്തെ റിംഗ് റോഡ്. സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാവരും കച്ചവടക്കാര് വരുന്ന ഒരു കൂടുതൽ അറിയപ്പെടുന്ന സ്ഥലമാണ് റിംഗ് റോഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്. പക്ഷെ അതിലത്തെ ഒരു അറിയപ്പെടുന്ന കടയിലേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ടെറസിന്റെ മുകളിൽ. ഏത് ടെറസിന്റെ മുകളിലാണ്? സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആണ്. കടയുടെ പേരല്ല, ടെറസിന്റെ മുകളിൽ. അപ്പൊ സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് ബിൽഡിങ്ങിന്റെ ടെറസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഷോപ്പിന്റെ ഫുൾ കളക്ഷൻസ് കാണിക്കുന്നത്. നല്ല വെറൈറ്റി കളക്ഷൻസ്. ഏതാ ഷോപ്പിന്റെ പേരറിയോ? സായി ഡ്രസ്സസ്. യെസ്, സായി ഡ്രസ്സസിൽ ഇവർക്ക് ഫുൾ എത്നിക് വെയർ കളക്ഷൻസ് ആണ്. അപ്പൊ അതിലത്തെ ഒരു കളക്ഷൻ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. പ്യുവർ ക്രേപ്പിൽ വരുന്ന ഒറിജിനൽ മിററോട് കൂടിയിട്ട് 3 പീസ് കളക്ഷൻ. എന്ത് കംഫർട്ടബിൾ ആണെന്ന് അറിയോ? അതുപോലെ ഇത് ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുൾ സ്ലീവ്. ഇതിന് ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് വെച്ചിരിക്കണതെന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ. അപ്പൊ സായി ഡ്രസ്സസിലേക്ക് ഒന്ന് പോവാം. 5th ഫ്ലോറിലാണ് കേട്ടോ. സായി ഡ്രസ്സസിന്റെ എൻട്രൻസിൽ നമ്മൾ ആദ്യം കാണുന്നത് ഹോൾ വേൾഡിലേക്ക് ഇവര് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യ എവിടെയാ കിടക്കുന്നത്? ഈ കുഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയില് നമ്മൾ വന്നിരിക്കുന്നത് സൂറത്ത്, ഗുജറാത്തിലുള്ള സൂറത്ത്. കണ്ടോ എന്ത് രസമല്ല ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും എനിക്ക് ഈ ഒരു ആംബിയൻസ് ഇഷ്ടമായി. എന്തായാലും ഇതൊക്കെ വിട്, നമുക്ക് നമ്മുടെ കളക്ഷൻസ് കാണണം. അപ്പൊ ഇവർക്ക് വലിയൊരു ഷോറൂം ആണ് ഉള്ളത്. സായി ഡ്രസ്സസ് 5th ഫ്ലോറിൽ ഫുൾ ഷോറൂമുണ്ട്. ഷോറൂം. യെസ്. അപ്പൊ ഇവിടെയാണ് ഫുൾ കളക്ഷൻസ് ഇരിക്കുന്നത്. ഇവിടെ കുർത്തീസ്, 2 പീസ്, 3 പീസ്, അങ്ങനെ എല്ലാം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇനി സൂറത്തിൽ വരുമ്പോൾ നമുക്ക് മലയാളി ഇല്ലേ എന്നൊരു സംശയം ഉണ്ടല്ലോ. ഹിന്ദി പറയണോ, ബെബ അടിക്കണോ, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് ഇവിടെ മലയാളി സ്റ്റാഫ് ഉണ്ട് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്ര റേഞ്ച്, എത്ര ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യണത് അതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞാൽ മതി. ഇവിടെ എന്തായാലും നമ്മുടെ മലയാളിനെയാണ് തപ്പണം. നോക്കാം, നമുക്ക് തപ്പി പിടിച്ചു. അങ്ങനെ നമ്മുടെ മലയാളി ചേട്ടൻ, പ്രിൻസ് ചേട്ടൻ. ഹായ്, വെൽക്കം. വെൽക്കം ടു കേരള എന്നാണോ പറയേണ്ടത്? വെൽക്കം ടു സൂറത്ത് എന്നാണോ പറയേണ്ടത്? കാരണം നമ്മൾ സൂറത്തിലാണ്, പക്ഷെ മലയാളം സംസാരിക്കണോ? നമ്മളാണ് പറയേണ്ടത് വെൽക്കം ടു സൂറത്ത്. അതാണ്. എന്തായാലും നിങ്ങളെല്ലാവർക്കും ഞങ്ങൾ രണ്ടാളുടെയും മക ഒരു സ്വാഗതം കിടക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സായി ഡ്രസ്സസ്. ഈ സായി ഡ്രസ്സസിൽ എന്തൊക്കെ കിട്ടും നമുക്ക് നടന്ന് പറയാം. സായി ഡ്രസ്സിൽ നമുക്ക് റെഡിമെയ്ഡും കിട്ടും, മെറ്റീരിയലും കിട്ടും. എല്ലാ കളക്ഷൻസും ഉണ്ട്. അതായത് ലേഡീസ് വെയറിലുള്ള എല്ലാ കളക്ഷൻസും കിട്ടുന്നതാണ്. ഈ ഒരു ഫ്ലോറിൽ മാത്രമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് മെറ്റീരിയൽ, റെഡിമെയ്ഡ് കുർത്തീസ്, കോട്ട് സെറ്റ്, പിന്നെ പാകിസ്ഥാനി റെഡിമെയ്ഡ്സ്, ഗൗണ്, അനാർക്കലി, അങ്ങനെ ലേഡീസ് വെയറിലുള്ള എല്ലാ ഐറ്റംസ്. ഇത് കുട്ടികളുടെ ആണോ? കുട്ടികളുടെ ഉണ്ടോ ഇവിടെ? ഓക്കെ. കുട്ടികളുടെ മരിയാബിയുടെ ബ്രാൻഡ് ആണ് വരുന്നത്. മരിയാബി എന്ന് പറയുന്ന ഫേമസ് ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. ഓക്കെ. അപ്പൊ ഇന്റർനാഷണൽ ബ്രാൻഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ റേറ്റ് നമുക്ക് ഊഹിക്കാം കുറച്ച് കൂടുതലായി. പ്രീമിയം കളക്ഷൻ ആണ് എല്ലാം. ഓക്കെ. കിഡ്സ് വെയറിനകത്ത് 599 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾക്ക് ലേഡീസിന്റെ ആണ് മെയിൻ ആയിട്ട് കാണിക്കേണ്ടത്. പക്ഷെ കിഡ്സിന്റെ എന്ന് പറയുമ്പോൾ ബോയ്സിന്റെ ഇല്ല, പെൺകുട്ടികളുടെ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതൊക്കെ കിഡ്സ് വെയറിന്റെ ആണ്. ഇനി നമുക്ക് കാണിക്കുന്ന വെച്ചാൽ ഒരു കസ്റ്റമർ ഒക്കെ വരുമ്പോ ഇതുപോലെ തന്നെ വന്നിരുന്ന് സെലക്ട് ചെയ്യാം. സ്ഥലമുണ്ട്, ഇരിക്കുക, സെലക്ട് ചെയ്യുക. നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ടീ, കോഫി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കസ്റ്റമറെ തണുപ്പിച്ചിരുത്തിയാലേ അവർക്ക് എല്ലാ കളക്ഷനെ പറ്റി മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ എന്തൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് വരാണ്. ഭക്ഷണം കഴിക്കോ, വെള്ളം കഴിച്ചോ, എന്താണൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കളക്ഷൻ സമാധാനമായിട്ട് കാണിച്ചിട്ട് അതുപോലെ ഒരു ബില്ല് പരിപാടി ഉണ്ട്. ഇതിപ്പോ ലാസ്റ്റ് ബില്ലിംഗ് പരിപാടിയാണ് അല്ലേ? ഇത് ജസ്റ്റ് ഒരു നോട്ട്, അതായത് കസ്റ്റമറിന് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു റഫ് നോട്ടാണ്. ഓക്കെ. അത് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് എങ്ങനെയാ കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമോ? ഡിസ്കൗണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ക്വാളിറ്റി ഐറ്റം, അതും അഫോർഡബിൾ റേഞ്ചിലുള്ളത്. അപ്പൊ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നണേ. ഇപ്പൊ നമുക്ക് കുർത്തീസിന്റെ കളക്ഷൻസിലേക്ക് കടന്നാലോ? ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 5th ഫ്ലോറിലാണ് അല്ലേ? 5th ഫ്ലോറിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കുട്ടികളുടെ നല്ല ഡമ്മിയിലൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. എല്ലാം നല്ല നല്ല വെറൈറ്റീസ് ആണല്ലോ. ഇത് കൂടുതൽ 3 പീസിന്റെ ആണോ മെയിൻ ആയിട്ട് വരുന്ന കളക്ഷൻസ്? 3 പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്. ഇത് കോട്ട് സെറ്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ 599 തൊട്ട് സ്റ്റാർട്ടിങ്. ഇവിടെ ഇത് ഫുൾ ഇങ്ങനെ കണ്ടൊക്കെ അറിയാൻ പറ്റും. 599 ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഓക്കെ. 599 കുട്ടിയുടെ കളക്ഷൻസ് കോട്ട് സെറ്റിൽ വരുന്നത്. അപ്പൊ ഫുൾ അടിപൊളി കളക്ഷൻസ് ആണ്. വാവ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. പെണ്ണുങ്ങളുടെ കളക്ഷൻസ് അല്ലെ, നമ്മുടെ ലേഡീസിന്റെ നല്ല വെറൈറ്റി കളക്ഷൻസ്. അപ്പൊ ഇതില് നമുക്ക് എത്ര റേഞ്ച്, നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമുക്ക് ഓവറോൾ ഇവിടെ വരുന്നത് 200 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. നോർമൽ കുർത്തി. അതിന്റെ താഴെയുള്ള കളക്ഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഡാമേജ് ഇഷ്യൂസ്, ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വെക്കാറേ ഇല്ല, നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാറില്ല. അതിന്റെ ക്വാളിറ്റി അതിന് കിട്ടത്തുള്ളൂ.
നമ്മുടെ കയ്യിരിക്കുന്ന ഓരോ പ്രോഡക്റ്റും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടും പറയാം. ഇതൊരു പ്രീമിയം റേഞ്ചിലുള്ള കളക്ഷൻ ആണ് വരുന്നത്. 3 പീസിന്റെ ഒരു ക്രേപ്പിൽ വരുന്ന നല്ല അടിപൊളി പീസാണ് വരുന്നത് അല്ലെ, ഫുൾ സ്ലീവോട് കൂടിയിട്ട്. എനിക്കിത് ഇട്ടപ്പോ ഭയങ്കര കംഫർട്ട് ഫീലിംഗ് ആണ് വന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ട്രെൻഡി വേണം, കുറച്ചുകൂടി എന്താ പറയുക പാർട്ടി വെയർ കളക്ഷൻസ്, കംഫർട്ട് എല്ലാം കൂടി നോക്കുമ്പോൾ അടിപൊളി. അതെ, ഇത് എ ലൈൻ ടൈപ്പ് ആണ് വരുന്നത്. മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ട്രെൻഡി കളക്ഷൻ ആണ്, ദീപാവലി സീസണിൽ വന്ന പ്രോഡക്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ദിവാലി ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഈസ്റ്റർ, വിഷു, ഓണം, നമ്മുടെ നാട്ടിലത്തെ ഏതായാലും എന്തൊരു ഫെസ്റ്റിവലിനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ നാച്ചുറൽ ചിരോൺ ആണ് വരുന്നത്. അതിനകത്ത് ഫുള്ള് ഡിജിറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, 1 സൈഡഡ് ദുപ്പട്ടയാണ്. ഫുൾ ആയിട്ടുള്ള എന്താ പറയുക വിഡ്ത്ത് ഇല്ല, ലെങ്ത് ആണ് ഇതിനുള്ളത്. ഒരു സൈഡിൽ ഇങ്ങനെ ദുപ്പട്ട മേഡം ഇട്ടിരിക്കുന്ന പോലെ ദുപ്പട്ട ഇടാൻ വേണ്ടിയാണ് ഇത്രയും ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പാന്റ് ഉണ്ട്, നോർമൽ പാന്റ് ആണ് വരുന്നത്. അതിന്റെ ഡിസൈൻസ് ആണ് ഇതെല്ലാം. എല്ലാം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്കിപ്പോ കാണുകയാണെങ്കിൽ നമുക്ക് ഇത് മേടിക്കാനായിട്ട് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ എങ്ങനെ കോൺടാക്ട് ചെയ്യും? ഇപ്പൊ സൂറത്താണെന്ന് പറയുമ്പോൾ ഹിന്ദി ഇനി പറയണ്ടെന്നുള്ള കാര്യം അവിടെ കൺഫ്യൂഷൻ തീർന്നു. ഇനി എങ്ങനെ നമുക്കിതിപ്പോ കണ്ട ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട്? ഒഫീഷ്യൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിനകത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പർ, ഈ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തും നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ തന്നെ വിളിക്കുക. ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ട്രെയിനിങ് പോലെ ഒക്കെ കൊടുക്കും നിങ്ങളുടെ ഭാഗത്ത്? അത് മലയാളത്തിലായിരിക്കും ട്രെയിനിങ് കാര്യം. പിന്നെ അത് തന്നെ ഒരു ഡൗട്ടും വേണ്ട, വരിക, നല്ല നോക്കി നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തന്നെ ചൂസ് ചെയ്യാം. നമുക്ക് പറ്റിയ കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്, വരാല നേരിട്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്നൊന്ന് കാണിച്ചു കൊടുത്താലോ? കുറച്ച് കളക്ഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാറിന് എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ കോട്ടൺ ആയിരിക്കും നോർമൽ. പക്ഷെ ഇപ്പൊ ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കളക്ഷനും ഇപ്പൊ എല്ലാ മെറ്റീരിയലിലും ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് എന്നാലും ഞാൻ സ്റ്റാർട്ടിങ് ഒരു കോട്ടൺ തൊട്ട് കാണിക്കാം. ഈ ടൈപ്പാണ് കോട്ടൺ നമ്മുടെ പാകിസ്ഥാനിക്കകത്ത് വരുന്നത്. നമ്മുടെ കളക്ഷൻ എല്ലാം മിക്സ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാത്തിനകത്തും കുറച്ച് കളക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. പാകിസ്ഥാനിയാണ് വരുന്നത്, റെഡിമെയ്ഡ്. സ്ലീവിൽ ഇങ്ങനെ വർക്കോട് കൂടിയിട്ട് ഓർഗൻസിൽ ഇങ്ങനെ വർക്ക് കേട്ടോ. അതെ, സ്ലീവ് ഓർഗൻസിൽ വർക്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ. ഇപ്പൊ ഈ പീസിന് നമ്മൾ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അത് ഇവിടെ തന്നെയല്ല, ഇവിടെ ഏതൊരു കടയിൽ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വേണ്ടത്, ഇതിനേക്കാളും നല്ലത് കിട്ടും എന്നുള്ള രീതിയിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കാം. സെയിം മെറ്റീരിയലിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വന്നോണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സെയിം ഇത് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ മാത്രമല്ല കസ്റ്റമർ ആയിട്ട് വരുന്നത്, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കസ്റ്റമർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരാൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നെ പുതിയ ട്രെൻഡ് കളക്ഷൻസ് വരും. ഇതാണ് ഇപ്പൊ ഈ കണ്ട ഡിസൈൻ. അപ്പൊ വേറെ ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും. ഇത് 3 പീസിന്റെ ഒരു സെറ്റ് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ പാക്കിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ഉടുക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഭംഗി അപ്പൊ തന്നെ വേറെ പോപ്പപ്പ് ചെയ്തെടുത്ത് കാണിക്കും. അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. അതിന്റെ തന്നെ വേറൊരു കളറാണ് ഇതല്ലേ. ഞാൻ ഇതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞോട്ടെ? യെസ്, ഡെഫിനറ്റ്ലി. ഇതിന്റെ റേറ്റ് വെറും 590 റുപ്പീസ് ആണ്. 3 പീസിനോ? 3 പീസിന്റെ. ഓ, അടിപൊളി. മെറ്റീരിയലും നല്ലതാണല്ലോ, സൂപ്പർ മെറ്റീരിയൽ. ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ ഇതെന്തായാലും വിശ്വസിച്ചേ പറ്റുള്ളൂ. അതും ഹോൾസെയിൽ റേറ്റ് ആണെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു 1400-500 റേഞ്ചിൽ ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ അത്രേ റേഞ്ചേ ഉള്ളൂ. ഇത് അനാർക്കലി സ്റ്റൈൽ കണ്ടോ, ഇത്രയും ഫ്ലെയറോട് കൂടിയിട്ട് വരുന്നത്. അപ്പൊ അനാർക്കലി വേണോ, സ്ട്രേറ്റ് വേണോ, എ ലൈൻ വേണോ, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അൺകോമൺ പ്രോഡക്റ്റ് സൈഡ് ഡ്രസ്സിൽ മാത്രമാണ് കിട്ടുന്നത്, എങ്ങും കിട്ടത്തില്ല. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടണേക്കാളും കൂടുതൽ വെച്ചാൽ നമുക്ക് ആദ്യം വരുന്ന ട്രെൻഡ് ഒക്കെ കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് സൈഡ് ഡ്രസ്സസ് മാനുഫാക്ചർ ഒക്കെ നടക്കുന്നത്. നിങ്ങളുടെ മാനുഫാക്ചേഴ്സ് ഒക്കെ ഏത് ഭാഗത്താ? നമ്മുടെ സൂരറ്റ് തന്നെയാണ്. 4 ഫാക്ടറി ഉണ്ട് നമുക്ക്. അതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചാനൽ എന്ന് പറയുമ്പോൾ ഇതില് യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, പിന്നെ വെബ്സൈറ്റ്, ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട് അതിലെല്ലാത്തിലും ഇവര് സൈഡ് ഡ്രസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ്. നാളെ എന്ത് വരും എന്നുള്ളത് അത് അവരുടെ ചാനലിൽ കയറി നോക്കേണ്ടി വരും കേട്ടോ. അപ്പൊ മലയാളി ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സൂറത്തിൽ വന്നിട്ട് മലയാളീനെ കാണിക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. ഓക്കെ, കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് 200 രൂപ തൊട്ട് അല്ലേ സ്റ്റാർട്ടിംഗ് ആണ്. 200 മാത്രമാണ് സ്റ്റാർട്ടിങ്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് 3 പീസ് നമുക്ക് കിട്ടുമെന്നുള്ളത്.
ടോപ്പ് മാത്രമാണ് 200 രൂപ സ്റ്റാർട്ടിങ്. കാരണം ഒരുപാട് കമ്പനീസ് ഇങ്ങനെ പറയും 200 രൂപ സ്റ്റാർട്ടിംഗ് ആണ്, എല്ലാവരും ഓടിച്ചാടി ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ പറയാം 200 രൂപയ്ക്ക് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. നമ്മളെ ടോപ്പ് മാത്രം സിംഗിൾ ടോപ്പാണ് 200 രൂപ കിട്ടുന്നത്. ക്വാളിറ്റി ഉള്ളതാണ് സൈഡ് ഡ്രസ് സെയിൽ ചെയ്യുന്നത്. 2 പീസും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 3 പീസ് തൊട്ടാണ് 350, 300, 350 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പൊ അതിങ്ങനെ റേഞ്ച് ഇങ്ങനെ കയറി പോട്ടാ, അങ്ങനെയാണ് കളക്ഷൻസ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ നോക്കുകയാണെങ്കിൽ ഇതും ഇപ്പൊ നെക്കിൽ ഇതുപോലെ വർക്ക്, ചെറിയ ബീഡ് വർക്ക് ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടാണ്. പിന്നെ സൈസിനെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട. മീഡിയം, ലാർജ്, XL and XXL. പിന്നെ एक मिनट संदीप भाई, हमारे वीडियो में आप नहीं आया तो फिर कौन आएगा? Yes, welcome. ഇവിടെ സായി ഡ്രസ്സിന്റെ ഓണർ ആണ് കേട്ടോ. ഒരു 2 കൊല്ലം മുന്നേ ആയത്, अभी बहुत हट्टा हो गया. हाँ ऐसा शादी हो गया तो बच्चे हो गए तो भी എന്നാലും നല്ല ഹാൻസം ബോയ് സന്ദീപ് സർ ആണ് ഇവിടെ സായി ഡ്രസ്സസ് ഓണർ ആണ്. और हमारे व्यूअर्स को क्या बोलना चाहिए, मतलब केरला व्यूअर्स को क्या बोलना चाहिए? मलयालम में बोलूं? डेफिनेटली चलेगा. नहीं, व्यूअर्स पे ही बोलना चाहूंगा कि वी आर रियली मैन्युफैक्चरर लास्ट 25 इयर्स, और मैम ने हमारी जर्नी देखी हुई है. लास्ट 7 इयर्स बिफोर हम कहाँ थे और आफ्टर 7 ईयर हम कहाँ पे हम रन कर रहे हैं. बिकॉज ऑफ कस्टमर्स यहाँ आते हैं, रेगुलर्स बनते हैं, और ऑलमोस्ट हमारा मैन्युफैक्चरिंग के साथ साथ जो हमारा पैटर्न्स है वो अनकॉमन है. जो चीज़ हम बेचते हैं जनरली मार्केट में नहीं मिलता है, चाहे कुर्तीज हो, 2 पीस हो, ड्रेस मटेरियल्स हो. और लॉट्स ऑफ कस्टमर जो हमारे ना केरला से बिलोंग करते हैं और सालों से आ रहे हैं. और बहुत सारे जो हमारे मल्लू क्लाइंट है ना वो दुबई में है, मीना बाजार में. मोर देन 100 क्लाइंट जो है ना वो दुबई में है और बहुत अच्छे से बिजनेस रन कर रहे हैं. तो प्लीज अगर आपको लगता है न्यू स्टार्टअप करना है, आपको नहीं पता चल रहा है, तो सीधा सूरत आइए, साइड ड्रेसेस विजिट कीजिए. बहुत सारी चीजें हैं. और एक अवेयरनेस के लिए बहुत सारे लोग ऑनलाइन वीडियोस बनाते हैं, रील पोस्ट करते हैं, खुद को मैन्युफैक्चरर्स कहते हैं. तो लेकिन मैं कहना चाहूंगा मैन्युफैक्चरर्स इसको कहते हैं जो इसके पास एक आर्टिकल में 240 पीसेस अवेलेबल होता है. रियल मैन्युफैक्चर 1-1, 2-2 सेट के पीछे ना जाइए. अपने आप को सब लोग यहाँ पे मैन्युफैक्चरर्स बोलते हैं. तो प्लीज एक बार आप सूरत आओगे, मार्केट एक्सप्लोर करो. मार्केट एक्सप्लोर करने के बाद साइड ड्रेसेस आओ, आपको ऑटोमेटिकली जो कंपैरिजन है वो नजर आ जाएगा. डेफिनेटली सही बोल रहे हैं आप. एंड थैंक यू सो मच. जी और आप बिजी थे? हाँ बिजी था. താങ്ക് യു थोड़े देर हमारे लिए टाइम निकालने के लिए. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ പറഞ്ഞതൊന്നും മലയാളത്തിൽ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, എന്തായാലും ഹിന്ദിക്കാർക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരുപാട് അൺകോമൺ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് മാർക്കറ്റിൽ കിട്ടാത്ത പ്രോഡക്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് വേറെ എങ്ങും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക, എല്ലായിടത്തും വിസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സൈഡ് ഡ്രസ്സസിൽ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം എന്താണെന്ന്. പിന്നെ വരുന്ന ആൾക്കാർ എപ്പോഴും ഓർക്കുക, സൈഡ് ഡ്രസ്സിലോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും പറയാൻ നിൽക്കരുത്. കാരണം അവർ പറയാം സൈഡ് ഡ്രസ്സിനെക്കാളും വേറെ നല്ല കളക്ഷൻ കിട്ടുന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ സൈഡ് ഡ്രസ്സിന്റെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. സോ ബ്രോക്കർസിൽ നിന്ന് നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചാണ് ഇങ്ങോട്ട് വരേണ്ടത്. പിക്കപ്പ് ഡ്രോപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന ആളായാലും അല്ലെങ്കിലും എനിക്കും ഇതുപോലെ അനുഭവം ഉണ്ട്. ഞാൻ പല വീഡിയോയിലായി ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഏജന്റിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഏത് കടയിലേക്കാണ് പോണത്, ഒരിക്കലും നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയയിൽ പോലും നമ്മൾ ഇത് പറയരുത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ കടയിൽ വിളിച്ച് പറയുന്നത് ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇന്ന ആളത് ഇന്ന കടയിലേക്ക് പോകുന്നുണ്ട്, അപ്പൊ ഒന്ന് നമുക്ക് കമ്മീഷൻ തരണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ പോക്കറ്റിലത്തെ പൈസ തന്നെയാണ് അവർക്ക് കമ്മീഷൻ ആയിട്ട് പോകണം. അപ്പൊ അതിന് നിൽക്കണ്ട, ഡയറക്റ്റ് പിക്കപ്പ് ഡ്രോപ്പിന്റെ ഓപ്ഷൻ ഫെസിലിറ്റീസ് നോക്കാം. പിന്നെ സൈഡ് ഡ്രസ്സസ് എനിക്ക് പുതുമയൊന്നല്ല, ഇത് ആദ്യത്തെ വീഡിയോ ഒന്നല്ല. ഞാൻ ഒരു 2 കൊല്ലം 3 കൊല്ലം മുന്നേ ഞാൻ ഇവരുടെ ജേർണി കണ്ടിട്ട്, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ 2 കൊല്ലം 3 കൊല്ലം മുന്നേ ഇവിടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ സൈഡ് ഡ്രസ്സസ് ഇങ്ങനെയല്ലായിരുന്നു, ചെറിയൊരു ഷോപ്പായിരുന്നു. ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ഒരു ബിഗ് ഏകദേശം 8500 ഡിസൈൻ ഉണ്ട് നമ്മുടെ കയ്യിൽ മാർക്കറ്റിൽ. അല്ല, അത് കാണാനും ഉണ്ട്, അതിന്റെ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനും ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇനി അധികം മാറ്റങ്ങളില്ല, കളക്ഷൻസിലേക്ക് എടുക്കാം. ഇതും 3 പീസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ്. പേസ്റ്റൽ വേണോ, ഡാർക്ക് വേണോ, ഡിജിറ്റൽ പ്രിന്റിൽ വേണോ, വർക്കിൽ വേണോ, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസ് ആണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ വെറൈറ്റീസ് നിങ്ങൾക്ക് തേടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നേരിട്ട് കണ്ട് ഫീൽ ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ഇവരുടെ ചാനലിലത്തെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ കണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളത്തിൽ ഇവിടെ വിളിച്ചു ചോദിക്കാൻ നമ്മുടെ പ്രിൻസ് ചേട്ടൻ ഉണ്ടല്ലോ. ഒരു സംശയം വേണ്ട കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും മീൻസ് ഒരു 8 മണി 9 മണി വരെ
ആ ഒരു സമയത്ത് വിളിക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചോ. ഇത് ഞാൻ ഇട്ട സെയിം അല്ലേ? ഞാൻ ഇട്ടതിന്റെ തന്നെ ഡിഫറെന്റ് കളറാണ്, മെറ്റീരിയൽ വൈസ് സെയിം ആണ്, പ്യുവറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ പ്യുവറും പ്യുവർ അല്ലാത്തതും കോട്ടണിലും എല്ലാ തരം മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഒരു ജസ്റ്റ് ഇൻഡ് തരാൻ വേണ്ടിട്ട്. അപ്പൊ മൽച്ചന്തേരി വേണോ, മസ്ലിൻ വേണോ, ചിനോൺ വേണോ, കോട്ടൺ വേണോ, അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ നല്ലൊരു ചിക്കൻ കറി പോലെ ഫീൽ ചെയ്യുന്നത്, ഫുൾ എംബ്രോയിഡറിയിൽ വരുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഇത് എടുക്കുമ്പോൾ കെട്ടായിട്ട് എടുക്കണം. ആ ഒരു കെട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അല്ലെ, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം അതൊക്കെ എങ്ങനെയാണ്? നമുക്ക് എങ്ങും ഇല്ലാത്തൊരു കാര്യമാണ്, നമുക്ക് ബഡ്ജറ്റ് ഇല്ല. ഒരു കസ്റ്റമറിന്റെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ആണ് ഇവിടുത്തെ ലാസ്റ്റ് ബഡ്ജറ്റ്, അതാണ്. അപ്പൊ നമുക്ക് പക്ഷെ എടുക്കുമ്പോ എന്താ പറയാ 500,000 അങ്ങനെ പറഞ്ഞു വരരുത്. എന്നുവെച്ചാൽ ഈ ഒരു കെട്ട് എത്രയാണ് ആ കെട്ടിന്റെ പൈസ കൊടുക്കണം, അല്ലാണ്ട് ഒരു പീസായിട്ട് നമുക്ക് കിട്ടില്ല. ഇത് ഹോൾസെയിൽ ആണ്, മാനുഫാക്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഒരു കെട്ട് ഇപ്പൊ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് പൈസ കൊടുക്കാം, ഇത് കയ്യോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഡീറ്റെയിൽസ്. പ്ലസ് സൈസസും അവൈലബിൾ ആണ്. ഇത് നോക്കിയാൽ നല്ല അടിപൊളി ഹക്കോബേര സ്ലീവ്, മിറർ വർക്കും കൗഡിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നല്ല അടിപൊളി കളക്ഷൻ അല്ലേ, മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇത് ഇടുമ്പോ ഒരു കിലുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ വീണ്ടും പറയാ, നേരിട്ട് വരാ, നോക്കി ഫീൽ ചെയ്യാ. നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ വരിക, സൂറത്ത് എന്താണ് കാണാ, അനുഭവപ്പെടാ. അതുപോലെ തന്നെ മെറ്റീരിയൽ ഇങ്ങനെ എന്താ പറയാ തൊട്ട് ഫീൽ ചെയ്യാം. എന്താ രസമല്ലേ, ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നത്, പ്യുവർ മെറ്റീരിയൽ ആണ് വരുന്നത്. പ്യുവറിലും ഉണ്ട്, പ്യുവർ അല്ലാത്തതും ഉണ്ട്, സെമിയിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുർത്തീസ് മാത്രമല്ല ഇവര് ഡീൽ ചെയ്യുന്നത് സാരീസിലും ഡീൽ ചെയ്യുന്നുണ്ട്. സാരീസിന്റെ ഒരു ഫ്ലോർ തന്നെ ഉണ്ട്, ഫ്ലോർ തന്നെ ഉണ്ട്. അപ്പൊ ഇത് ഹക്കോബയില് എന്താ ഭംഗിയല്ലേ, നല്ല രസമായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിളിച്ച് ചോദിക്കാം. പക്ഷെ നിങ്ങൾ കാണാൻ നേരം വൈകിട്ട് ഈ റേറ്റ് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സൂറത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ തപ്പാൻ നോക്കാം, അല്ലാണ്ട് ഇതിന്റെ റേറ്റിന്റെ പിന്നാലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല അല്ലേ. ഇതിന്റെ റേറ്റിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. ഇത് വേറൊരാൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോ കാണിച്ചത് കോട്ട് സെറ്റ് ആണ്. യെസ്, 2 പീസിന്റെ കളക്ഷൻ വിത്ത് പാന്റ് എടുക്കാം. കോട്ട് സെറ്റും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതും കോട്ട് സെറ്റ് തന്നെയാണ് കേട്ടോ. 2 പീസിന്റെ കളക്ഷൻ ആണ് വരുന്നത്. ഇത് ലെങ്ത് ഉള്ളതും വരുന്നുണ്ട്, ലെങ്ത് കുറവുള്ളതും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി. ഓ എന്തായി കാണണേ, സൂപ്പർല്ലേ. ഇതല്ല ഇതിന്റെ ലുക്ക്. ആക്ച്വലി ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പാന്റിലും ഇതുപോലെ വൺ സൈഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ വൺ സൈഡ് ബട്ടൺ, ഇത് പാന്റിന്റെ വൺ സൈഡ് ബട്ടണും വൺ സൈഡ് ഇങ്ങനെ വർക്കോ. ഇത് കുറച്ച് വെറൈറ്റി ആൻഡ് യൂണിക് ആണ്. പാന്റിനാണ് വൺ സൈഡ് വർക്കും വൺ സൈഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ഇട്ട് വരുമ്പോഴാണ് കേട്ടോ അതിന്റെ ഒരു ലുക്ക് അടിപൊളിയായിട്ട്. ഈ വെറൈറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എവിടെയാ കണ്ടിരിക്കണേ? സായി ഡ്രസ്സസ്, അതാണ് യൂണിക്. ഇത് നോക്കിയേ, ഇത് ഒക്കെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നേരിട്ട് വന്ന ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് കിടക്കായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ. ഇതും ഫുൾ കാണുമ്പോ പ്രിന്റ് അല്ല, പക്ഷെ പ്രിന്റ് അല്ല, ഫുൾ വർക്കാണ് കേട്ടോ, കത്ത വർക്കാണ്. ഇത് മൽ കോട്ടൺ അല്ലേ, മൽ കോട്ടൺ. അപ്പൊ മൽക്കോട്ടൺ വേണോ, മൽചന്തേരി വേണോ, ക്രേപ്പ് വേണോ, മസ്ലിൻ വേണോ, ചിനോൺ വേണോ, അങ്ങനെ എല്ലാ തരം ഫാബ്രിക്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ നേരിട്ടിട്ട് വരാം. നേരിട്ട് വരുമ്പോ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? 9 തൊട്ട് രാത്രി 8:30 വരെയാണ്. പിന്നെ കസ്റ്റമർ ഇരിക്കുന്നതനുസരിച്ച് നമുക്ക് 10, 11, 12 സമയമില്ല. പിന്നെ ഫെസ്റ്റിവൽ സീസൺ ടൈം ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇപ്പൊ എന്ന് പറയുമ്പോ പീക്ക് ടൈമാണ്, സീസൺ ടൈം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ദിവാലി, ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ അത് കഴിഞ്ഞ കല്യാണ സീസൺ, ഇങ്ങനെ അപ്പൊ പർച്ചേസിങ് ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 9:30 വരുന്നു, വൈകിട്ട് എപ്പോ തിരിച്ചു പോകുന്നു അറിയുന്നില്ല. ഉറങ്ങാൻ മാത്രമാണ് ചിലപ്പോ അതും ഇവിടെ തന്നെ നടക്കേണ്ടി വരും. അതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. അപ്പൊ സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗില് 5th ഫ്ലോറിൽ സായി ഡ്രസ്സസ് കേട്ടോ. ഒരു ബ്രാഞ്ച് ഇല്ല, ഒന്നുമില്ല, ഓൺലി സായി ഡ്രസ്സസ്. ഇവിടെ തന്നെ റിംഗ് റോഡിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മാത്രമല്ല നിങ്ങൾ ഡയറക്റ്റ് അഥവാ വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് വന്നാലോട്ടന്നെ വിളിക്കുക. കാരണം താഴെ ഒരു 100 ബ്രോക്കർമാർ നിൽപ്പുണ്ട്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഗി നമ്പർ എത്രയാണെന്നുള്ളത് അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ നിങ്ങളുടെ മുന്നിൽ ഇവര് ഹാജരായിരിക്കും. അതും ഇവരെ ഓൺ ടാഗ് കിസിക ടാഗ് ചെയ്യുന്നു.
യെസ്, ആരെങ്കിലും ടാഗ് അതാ ഇതുപോലെ ടാഗ് ഉണ്ടാവും, ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ടാഗ് ഉണ്ടാവും. ഇതുപോലെ ടാഗ് ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാത്രം പോയാൽ മതി. കാരണം ഒരുപാട് കൺഫ്യൂഷൻ, പല ആൾക്കാരും ടാഗ് ഇല്ലാണ്ട് പറഞ്ഞാൽ ഞാൻ സായ ഡ്രസ്സസ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഡോണ്ട് ഗോ വിത്ത് ഇറ്റ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ കറക്റ്റ് ആണോ നോക്കുക, ചെക്ക് ചെയ്യുക. ഏത് നമ്പറിൽ നിന്നാണ് നമുക്ക് മെസ്സേജസ് കാര്യമുണ്ട് അവരുടെ അടുത്ത് മാത്രം പോവുക. അവര് ഹോട്ടൽ അറേഞ്ച് ചെയ്തരും, പൈസ നമ്മൾ കൊടുക്കണം. സൂറത്ത് എന്താണെന്ന് പോലും അറിഞ്ഞില്ലെങ്കിലും ഹോട്ടൽ അറേഞ്ച്മെന്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും പോലും നമുക്ക് ആ ഒരു ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. കുറഞ്ഞ റേറ്റിൽ സേഫ് ആയിട്ടുള്ള നല്ല റൂമുകൾ. പിന്നെ ഒരു ഡൗട്ട് കൂടിയും എനിക്ക് ചോദിക്കാവുന്നത് വെച്ചാൽ സൂറത്തിൽ വരുമ്പോൾ അയ്യോ എത്ര മെസ്സേജസ് എത്ര കോൾസ് എനിക്ക് പിന്നെ സൂറത്ത് പെണ്ണുങ്ങൾക്ക് സേഫ് ആണോ? കേരളത്തിലേക്കാളും കൂടുതൽ സേഫ് സൂറത്തിലാണ്. സത്യം. കാരണം എന്റെ മമ്മി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് 2 മണിക്കും 3 മണിക്കും തന്നെ നടന്നാണ് പോകുന്നത്. 38 വർഷമായി. മമ്മി എന്താ വർക്ക് ചെയ്യണേ? ഹോസ്പിറ്റൽ നേഴ്സാണ്. ഗ്രേറ്റ്, സൂപ്പർ. നാട്ടിലേക്കാളും സേഫ് ആയിട്ടുള്ള ഇടം സൂറത്ത് തന്നെയാണ്, ഗുജറാത്ത് തന്നെയാണ്. അതെ, എന്ന് വെച്ചാൽ സേഫ് ആണ്. കുറെ പേര് എന്നോട് ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് ഫോൺ വിളിച്ചിട്ട് വരെ ചോദിക്കുന്നുണ്ട്. റോഡിൽ വെച്ച് കാണുമ്പോഴേ നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഷെൽമ ഞങ്ങൾക്ക് സൂറത്തിൽ പോകണം, സൂറത്ത്. അപ്പൊ ഒരു കാരണവശം പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ സൂറത്തിൽ ഇങ്ങനെ ഇതുപോലെ എന്താ പറയാ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നോടാ? അപ്പൊ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ല വരാം. പക്ഷെ പർച്ചേസിംഗിന്റെ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പൈസ പോണതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ സൂറത്തിലെ പെണ്ണുങ്ങൾക്ക് സേഫ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്, ഇതൊക്കെയാണ് സാരി ഡ്രസ്സസ്. അപ്പൊ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.